ഒരുമിച്ചുള്ള ധ്യാനത്തിനും ചിന്തയ്ക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 1 to 18. അതിൽ 8-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് എടുക്കുന്നു. യേശു അവനോട്, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ജീസസ് said to him, take up your mat and walk. കേരള തമിഴ്നാട് അതിർത്തിയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി ജോലി തേടി കേരളത്തിന് പുറത്തേക്ക് പോയി. തിരികെ എത്തിയത് ഒരു പ്രത്യേകമായിട്ടുള്ള രോഗബാധിതനായിട്ടാണ്. അത് സമൂഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബമായി ചില വേർതിരിവുകൾക്ക് ഇടയായി. പിന്നീട് അദ്ദേഹം മരണമടഞ്ഞു. ആ രോഗം കാരണം സമൂഹം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഏർപ്പെടുത്തിയതായ തിരസ്കരണമാണ് പിന്നീട് മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനം ഇന്നത്തെ മെത്രാപ്പൊലിത്ത ആയിരിക്കുന്ന അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമനസിൻ്റെ നേതൃത്വത്തിൽ 2000 ആരംഭിച്ച സ്നേഹതീരം എന്ന പ്രസ്ഥാനം. സ്നേഹതീരം തുടങ്ങുവാൻ കാരണം അതാണ്. സ്നേഹതീരം, ദ ഷോർ ഓഫ് ലവ്. സഭയുടെ ശുശ്രൂഷ തിരസ്കരിക്കപ്പെടുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും പുനരുജ്ജീവിപ്പിക്കുക എന്നത്രേ. ചർച്ചസ് മിനിസ്ട്രി ഈസ് ദ മിനിസ്ട്രി ഓഫ് റെസ്റ്റോറേഷൻ. പുനരുജ്ജീവനം എന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശമാണ്. കരുണയുടെ കണിക പോലും ഇല്ലാത്തതായിട്ടുള്ള ബെഥേസ്ദ കുളക്കരയിൽ 30 വർഷം കിടന്നതായിട്ടുള്ള മനുഷ്യനെ ജീവന്റെ പൂർണ്ണതയിലേക്ക് യേശു മടക്കിക്കൊണ്ടുവരുന്നു. യഹൂദന്മാരുടെ ഉത്സവമായ പെസഹായിൽ പങ്കെടുക്കാനാണ് കർത്താവ് പോയത് എന്ന് പറയുന്നു. പെസഹ എന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ പെരുന്നാളാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ യേശു പ്രവർത്തിക്കുന്നു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബെഥേസ്ദ കുളക്കരയിലേക്ക് പോകുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് തന്നെ നിക്ഷിപ്തമായിരുന്ന ദൈവിക ദൗത്യമായിരുന്നു. മിസ്സിയോ ഡേ, ദ മിഷൻ ഓഫ് ഗാഡ്. ദ മിഷൻ ഓഫ് ജീസസ് ഈസ് മാനിഫെസ്റ്റിംഗ് ദ ലവ് ഓഫ് ഗാഡ് ടു ദിസ് വേൾഡ് ആൻഡ് ചർച്ച് ഈസ് കോൾഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗാഡ്സ് മിഷൻ. ദൈവത്തിൻ്റെ ദൗത്യം സഭയോട് ചേർന്ന് ചെയ്യുവാൻ പ്രിയപ്പെട്ട ശമാശിനെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. 3 കാര്യങ്ങൾ കർത്താവിൻ്റെ പുനരുജ്ജീവന ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി പറയുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. 3 dimensions ഓഫ് റെസ്റ്റോറേഷൻ ഇൻ ദ മിനിസ്ട്രി ഓഫ് ജീസസ്. കർത്താവിൽ വിളങ്ങിയ പുനരുജ്ജീവന ശുശ്രൂഷയുടെ 3 മാനങ്ങൾ. 1, അത് സമഗ്ര സൗഖ്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ശുശ്രൂഷയായിരുന്നു. എ മിനിസ്ട്രി ദാറ്റ് സെലിബ്രേറ്റ്സ് ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് റിഡംഷൻ. ജീവൻ്റെ പൂർണ്ണത സാധ്യമാകുന്നത് ദ ഫുൾനെസ് ഓഫ് ലൈഫ്, സമഗ്രമായ സൗഖ്യത്തിലൂടെ മാത്രമാണ്. ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെൽ ഇൻ ബോഡി, സോൾ, വിൽ ആൻഡ് ഇമോഷൻസ് എന്നുള്ളതാണ്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വൈകാരികമായ തലങ്ങളുടെയും സൗഖ്യമാണത്. വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ന്യൂ ക്രിയേഷൻ ത്രൂ ഹോൾനെസ് ഓർ ന്യൂ ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശു നൽകിയ സമഗ്രതയുടെ വീണ്ടെടുപ്പ് എന്തൊക്കെയായിരുന്നുവെന്ന് ചിലത് മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്ന് ധ്യാനിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് 1, കർത്താവ് അവന് മടക്കി കൊടുക്കുന്നത് ശാരീരിക ക്ഷമതയാണ്. ആദ്യമായി ഫിസിക്കൽ ഫിറ്റ്നസ്. യേശു ആഹ്വാനം ചെയ്യുന്നത് പോലെ കിടക്കയെടുത്ത് നടക്കത്തക്ക രീതിയിൽ അവൻ്റെ ശരീരത്തിന് ദൈവം ശക്തി കൊടുക്കുന്നു. സുവിശേഷം പങ്കുവയ്ക്കുന്നതിന് മുമ്പായി ശാരീരിക സൗഖ്യം നൽകുന്നതിലൂടെ ഭൗതിക ആവശ്യങ്ങളും ആത്മിക ആവശ്യങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. The spiritual and physical needs are related each other. മന്നായുടെ ദൈവശാസ്ത്രവും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവവും ശബത്തിൽ കതിർ പറിച്ചു തിന്നുന്നതായിട്ടുള്ള ശിഷ്യന്മാരെ വിമർശിക്കാത്തതും ഇതിൻ്റെ ഉദാഹരണമാണ്. വിശക്കുന്നവന് അപ്പം, പിന്നീട് സുവിശേഷം. പ്രിയപ്പെട്ട ശമാശൻ, ഒരാളുടെ പ്രാഥമികമായിട്ടുള്ള കൺസേൺ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതിന് ശേഷം സുവിശേഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ കൂടുതൽ മികവുള്ളതാകും. 2, കർത്താവ് അവന് വീണ്ടും കൊടുക്കുന്നത് ഒരു മാന്യതയാണ്. മാന്യതയുടെ പുനഃസ്ഥാപനം, ദ ഹ്യൂമൻ ഡിഗ്നിറ്റി. എല്ലാവർക്കും ജന്മനാ ലഭിക്കുന്നതായിട്ടുള്ള മൂല്യവും ബഹുമാനവും ആത്മാഭിമാനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് യേശു അവനോട് പ്രത്യേകം ചോദിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കട്ടെ, നിനക്കതിന് യഥാർത്ഥത്തിൽ മനസ്സുണ്ട്? ഡു യു റിയലി വാണ്ട് ടു ബി ഹീൽഡ്? ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ അത്തനാസ്യോസ് തിരുമേനിയുടെ പ്രസംഗത്തിലെ ഒരു പരാമർശം ഇങ്ങനെയാണ്: എത്ര കോടി പണം ഒരു വ്യക്തിക്ക് നൽകിയാലും അവനിലെ അതുല്യതയോ വ്യക്തിത്വത്തെയോ ബഹുമാനിച്ചില്ലെങ്കിൽ ആ പണം ഒരു പാഴ്വസ്തുവാണ്. നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി ഇങ്ങനെ പറഞ്ഞു, ഐ ഡോണ്ട് കവർ മൈ ഫേസ് ബിക്കോസ് I want to show my identity to others.
ഞാൻ എൻ്റെ വ്യക്തിത്വം മറ്റുള്ളവരെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആഭിസാരികയായ ഒരു സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ന്യായവിസ്താരത്തിനായി നിർത്തുമ്പോൾ കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതുകയായിരുന്നു. കർത്താവ് അവളുടെ മുഖത്ത് പോലും കൃത്യമായി നോക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ നോട്ടം അവളുടെ മുറിവുകളെ കൂടുതൽ വ്രണപ്പെടുത്തിയാലോ എന്ന് കരുതിയാവും. ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഇടങ്ങളിൽ എല്ലാ തലത്തിലും ഉള്ള ആളുകളുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, ജീവിത വഴികളിൽ കാലിടറിയവരുണ്ട്, സമ്പന്നരുണ്ട്, പാമരരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അവരുടേതായ അന്തസ്സ്, സ്വത്വം, മൂല്യം, അവയോടുകൂടി അവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക എന്നതാണ് ശുശ്രൂഷയുടെ ആദ്യപടി. അടുത്തതായി കർത്താവ് അവനെ മടക്കി കൊടുക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്, സാമൂഹിക ജീവിതം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂട്ടായ്മ എന്നാണ് അർത്ഥം. ഫെലോഷിപ്പ്, കമ്മ്യൂണിറ്റി എന്ന പദമാണ് കൂടുതൽ ഉപയോഗിക്കുവാൻ നല്ലത്. അവിടെ കുടുംബമുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അയൽപ്പക്കമുണ്ട്, ദേവാലയമുണ്ട്, അപരിചിതരായ ആളുകളുണ്ട്, എല്ലാവരും അടങ്ങുന്നതാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് അവനെ മടക്കി കൊടുക്കുന്നത് ഒരു ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം തന്നെയാണ്. 14-ാം വാക്യത്തിൽ കർത്താവ് അവനോട് പറയുന്നു, ഇനി മേലാൽ പാപം ചെയ്യരുത്. കാരണം കർത്താവ് കൊടുത്തതായ ഈ ജീവിത പരിസരങ്ങളെയൊക്കെ വിട്ട് പോകുന്ന അനുഭവത്തിൻ്റെ പേരാണ്, മറന്നു പോകുന്ന അനുഭവത്തിൻ്റെ പേരാണ് ഒരുപക്ഷേ പാപം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. ഇവയൊന്നും പ്രിയപ്പെട്ട ഷെമാശ നമ്മളാരും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുവാൻ പാടില്ലാത്ത ജീവിത പരിസരങ്ങളാണ്. മാതാപിതാക്കൾ, ബന്ധുക്കൾ, പഠനത്തിനായി നമ്മളെ സഹായിച്ചവർ, വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്കുള്ള ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ സ്നേഹിച്ച് ചിലവിനായി ഈ പണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്ന ചെറിയ തുക തന്ന അനേക വ്യക്തികളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം മറന്നു പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശമാശൻ ഓരോ ചുവടും മുന്നേറുമ്പോൾ നമ്മെ നാം ആക്കിയവരെ ഒരു കാരണവശാലും മറന്നു പോകുവാൻ പാടില്ല. ബഹുമാനമുള്ള ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട്, വീട്ടാക്കടത്തിൻ്റെ പേരാണ് ജീവിതം. ആരോടൊക്കെ നാം കടപ്പെട്ടിരിക്കുന്നു, നാം എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയതെന്ന് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നമ്മുടെ ശുശ്രൂഷ സരണികളെ കൂടുതൽ ശക്തിയുള്ളതാക്കും. കർത്താവ് ഇതിൻ്റെ കൂട്ടത്തിൽ മടക്കി കൊടുക്കുന്നൊരു അനുഭവമാണ്. കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ ഭാഗമാണല്ലോ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. കർത്താവ് അവനെ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് കർത്താവ് അവനോട് പറയുന്നു, ഇനി മേലാൽ പാപം ചെയ്യരുത്. കൂടാതെ അവനെ സ്വയം തിരിച്ചറിയുവാനും ശക്തികൾക്കെതിരെ പോരാടുവാനും അവനെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ശബത്തിൽ കൊടുക്കുന്ന എല്ലാ സൗഖ്യങ്ങളിലും അതിനുശേഷം കർത്താവ് അവരെ സാക്ഷ്യത്തിനായി എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എ പ്രോസസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ നടക്കുന്ന ഇടമാണ് ദേവാലയം. ദേവാലയം നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായതുപോലെ ആ മനുഷ്യനും അതൊരു പ്രധാനപ്പെട്ട ഇടമായി തീരുന്നു. ദേവാലയത്തിൽ എന്താണ് നടക്കേണ്ടത്? സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുവാൻ ഉൾക്കരുത്തില്ലാത്ത ഒരുപാട് പേര് ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ട്. സ്വന്തമായി അഭിപ്രായം പറയുവാൻ കഴിയുക, സ്വന്തമായി ഡിമാൻഡുകളില്ലാത്ത അനേക ആളുകളുണ്ട്. ഈ മനുഷ്യനെ കർത്താവ് ഉയർപ്പിച്ചതുപോലെ ദേവാലയവും കൂട്ടായ്മകളും ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുമ്പോൾ ആത്മീയത കൂടുതൽ മികവുള്ളതാവും. അതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ കർത്താവ് വീണ്ടും കൊടുക്കുന്നത് ആദ്യം സമഗ്രതയുടെ ഒരു വീണ്ടെടുപ്പാണ്. ജീവന്റെ പൂർണ്ണതയ്ക്ക് സമഗ്രത ആവശ്യമാണ്. As Moltmann emphasizes, salvation is not limited to the soul. It embraces the restoration of whole person and anticipates the renewal of whole creation. രക്ഷ എന്നത് ആത്മാവിൻ്റെ മാത്രം വീണ്ടെടുപ്പല്ല, അത് മനുഷ്യൻ്റെ സമഗ്രമായ വീണ്ടെടുപ്പാണ്. A priest is called to participate in God's work of holistic redemption. ഒരു പുരോഹിതനുള്ള നിയോഗം ദൈവത്തിൻ്റെ സമഗ്രമായ വീണ്ടെടുപ്പ് ശുശ്രൂഷയിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. ഇന്ന് എന്താണ് നമുക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ? പ്രിയപ്പെട്ട ഷെമാശിന് ഇറങ്ങുന്നതായിട്ടുള്ള ലോകത്തിൽ ഷെമാശിന് മുമ്പിലുള്ള വെല്ലുവിളികൾ, ബിഗ് ചാലഞ്ചസ് ബിഫോർ അവർ പാസ്റ്ററൽ മിനിസ്ട്രി. ബെഥെസ്ദയുടെ അനുഭവങ്ങൾ, വ്യത്യസ്തമായ കാരണങ്ങളാൽ ദുഃഖിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, ഏകാന്തതയിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്, ലഹരിക്കടിമപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, സമൂഹത്തിലും സഭയിലും അരികുവൽക്കരിക്കപ്പെട്ടവരുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ നിശ്ചയമായും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യം പിന്നീട് സേവനത്തിലേക്കും നയിക്കണം. അവർ മിനിസ്ട്രി ലീഡ്സ് ടു വിറ്റ്നസ് ആൻഡ് അവർ വിറ്റ്നസ് ലീഡ്സ് ടു സർവീസ്. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് കർത്താവ് നൽകിയ പുനരുജ്ജീവന ശുശ്രൂഷയുടെ രണ്ടാമത്തെ പ്രത്യേകത, റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് എ മിനിസ്ട്രി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പുനരുജ്ജീവനം എന്ന് പറയുന്നത് അത് നിശ്ചയമായും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്.
17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. മൈ ഫാദർ ഈസ് ഓൾവേസ് വർക്കിംഗ് ആൻഡ് ഐ ടു മസ്റ്റ് വർക്ക്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിർബന്ധം എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്, കർത്താവിനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യേശുവിന് ഇവൻ്റെ അവസ്ഥ നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും യെറ്റ് ഹി ലിസൺഡ് ബിഫോർ ഹി ആക്റ്റഡ്. പ്രിയപ്പെട്ട ശമ്മാശ, ഇടയ ശുശ്രൂഷ ആരംഭിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നിടത്താണ്. നമ്മുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധയോടെ അവരെ കേൾക്കണം. ദ ട്രൂ പാസ്റ്ററൽ മിനിസ്ട്രി ബിഗിൻസ് വിത്ത് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ പലരെയും ശ്രദ്ധയോടെ കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് തന്നെയാണ്. ഇവിടെ കർത്താവ് അവനോട് ചോദിക്കുവാനുള്ള കാരണം, സൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ നിന്റെ ജീവിത പരിസരങ്ങൾ മാറുവാൻ പോകുകയാണ്. 38 വർഷമായി നീ കിടന്നതായിട്ടുള്ള സാഹചര്യങ്ങളുമായി നീ പൊരുത്തപ്പെട്ട് കാണും. നാളെ മുതൽ സാഹചര്യങ്ങൾ മാറും. ഇസ്രായേൽ മക്കളെ പോലെ 400 വർഷം അടിമത്തമായിരുന്നു അവർക്ക്. മോശ നേതൃത്വം നൽകി അവരെ വീണ്ടെടുത്തിട്ടും 40 വർഷത്തെ മരുഭൂയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നത്, ദ സിസ്റ്റം ഓഫ് ഫറവോ വാസ് ഗുഡ്. ഫറവോയുടെ സംവിധാനങ്ങളായിരുന്നു കുറച്ചുകൂടെ മെച്ചം. ഇതാണ് അടിമത്തത്തിൻ്റെ വലിയ പ്രത്യേകത. ഒരിക്കൽ നാം പൊരുത്തപ്പെട്ടു പോയാൽ പിന്നീട് എന്ത് പ്രശ്നമാണെങ്കിലും അത് വഹിക്കുവാൻ നാം തയ്യാറായിത്തീരും. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ആശയങ്ങളോടും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോടും ഏതെങ്കിലും ഒരു വ്യക്തിയോടും അമിതമായി കാണിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും പേര് അടിമത്തമാണ്. പ്രിയപ്പെട്ട ശമ്മാശൻ, ദൈവം ശമ്മാശനെയും ഞങ്ങളെയും എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും പറയുന്നു, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സെർവൻസ് ആയിട്ടാണ്. ആൻഡ് ഓർ വി ആർ ദ സ്ലേവ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അടിമവേല ചെയ്യുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം എപ്പോഴും ശുശ്രൂഷയുടെ യാത്രയിൽ നമുക്കുണ്ടായിരിക്കണം. യേശു അവനോട് അതുകൊണ്ട് പറയുന്നു, നിന്റെ കിടക്കയെടുത്ത് നീ നടക്കാം. എ കോൾ ഫോർ ആക്ഷൻ, പ്രവൃത്തി ചെയ്യുവാനുള്ള ആഹ്വാനമാണ്. യേശു ചലനമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാക്കി അവനെ മാറ്റുന്നു. 2 സംവിധാനങ്ങൾ നമുക്ക് ബെഥേസ്ദയിൽ കാണാൻ സാധിക്കും. ചലനമറ്റ സമ്പ്രദായം. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ സം ഇൻവാലിഡ്സ് ആർ ദെയർ എന്നാണ് പറയുന്നത്. കുറച്ച് മൂല്യമില്ലാത്തവരോടെ കിടക്കുന്നു. ആ കർത്താവ് പ്രതിനിധീകരിക്കുന്ന സമൂഹം ഒരു ചലനമുള്ള സംവിധാനമാണ്, റെപ്രസെൻറ്റഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് അതിൻ്റെ ഭാഗമാക്കി അവനെ മാറ്റുന്നു. ഈ മൂവ്മെൻറ്റുകൾക്ക് സഭയിലേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. മലങ്കര സഭയിലെ നവീകരണം അചേതനമായ സംവിധാനങ്ങൾക്കെതിരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നവീകരണ ഞായറാഴ്ചയായി നാം കൊണ്ടാടി. കർത്താവ് ഇവനെ കൈപിടിച്ച് ഉയർത്തുന്നത് ഒരു പുതിയ ലോകത്തിലേക്കാണ്. മനോഹരമായ തക്സയിലെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, പുതിയ രൂപമായി നിങ്ങൾ രൂപാന്തരപ്പെട്ട് വിശ്വാസമുള്ള ശോഭയുള്ള ദീപശിഖയുമായി പുതിയ ലോകത്തിലേക്ക് പുതിയ മനുഷ്യരായി യാത്ര ചെയ്യത്തക്കവണ്ണം ഞങ്ങൾ നിനക്ക് ശ്രേഷ്ഠവും നിഷ്കളങ്കവുമായ ആട്ടിൻകൂട്ടമായി തീരുമാറാകണമേ. പുതിയ ലോകത്തിലേക്കുള്ള യാത്ര കർത്താവ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ ബെഥേസ്ദയിലേക്കുള്ള യാത്ര അത് യാദൃച്ഛികമായിരുന്നില്ല, മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരിതമായ യാത്ര തന്നെയായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹിസ് മിനിസ്ട്രി വാസ് നെവർ ഡ്രിവൺ ബൈ പബ്ലിക് എക്സ്പെക്ടേഷൻ, പോപ്പുലാരിറ്റി, ഹ്യൂമൻ പ്രഷർ. മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്കും ജനപ്രീതിക്കും വേണ്ടി കർത്താവ് ഒരിക്കലും കയ്യടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. മറിച്ച് ഇറ്റ് വാസ് ഗൈഡഡ് ബൈ ഫാദേഴ്സ് വിൽ ആൻഡ് എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചത് കൊണ്ട് മാത്രമാണ് കർത്താവ് ഇതൊക്കെ ചെയ്തത്. പ്രിയപ്പെട്ട ശമ്മാശൻ, റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി യേശു ഒരിക്കലും പ്രവർത്തിച്ചില്ല. യഹൂദന്മാർ രൂപാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിച്ചെങ്കിലും യഹൂദന്മാർ രൂപാന്തരപ്പെട്ടില്ല, മറിച്ച് ലോകം രൂപാന്തരപ്പെട്ടു. റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി മിനിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ പലപ്പോഴും പരാജയമായി തീരുന്നത്. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ യഥാർത്ഥമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കൃത്യസമയത്ത് നമ്മളെ ഉയർത്തുവാൻ, കൃത്യസമയത്ത് നമ്മളെ ഇടവേളകളിൽ നമ്മളെ ബലപ്പെടുത്തി ഉയർത്തുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുവാനും ആരെ കാണിക്കുവാനും ആർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. കർത്താവിൽ വിളങ്ങിയതായ പരിശുദ്ധാത്മ പ്രേരിതമായ ചില അടയാളങ്ങൾ, സ്വഭാവ സവിശേഷതകൾ കൂടെ ചേർത്ത് പറയട്ടെ. ഒന്ന്, എ ഹാർട്ട് ഓഫ് ഡിസേൺമെൻറ്റ്.
38 വർഷമായി കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുവാൻ അവിടെ വന്ന ആർക്കും സാധിച്ചില്ല. അത് കർത്താവിന് മാത്രമേ സാധിച്ചുള്ളൂ. എ ഹാർട്ട് ഓഫ് ഡിസേൺമെൻറ്റ്, അതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ലോർഡ് ഗിവ് മീ ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് സോ ഐ മേ ഡിസേൺ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഇവിൾ. എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ എന്ന് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശമാശൻ, നമ്മുടെ മുമ്പാകെ വരുന്ന ആളുകളെ അവരുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് നോക്കി ഒരിക്കൽ പോലും ന്യായീകരിക്കുവാനും അവരെ ശരിയെന്ന് പറയുവാനും പാടില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാലത്തിൻ്റെ അടയാളങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ച് വരുവാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ദൈവജനത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവം ഓരോ പട്ടക്കാരനെയും കാവൽക്കാരുടെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കർത്താവിൻ്റെ ഒരു ഡിസേൺമെൻറ്റ് ഹാർട്ട് നമുക്കും ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് കർത്താവിൽ കണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൽവരം അനുകമ്പയാണ്. ക്രിസ്തു ശുശ്രൂഷയിൽ ഉടനീളം അനുകമ്പയുടെ ഏറെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. തന്നിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യത്തിൽ നിന്നും ഒരു പടി കൂടി കടന്നു ചിന്തിക്കുന്ന അനുകമ്പയുടെ ഒരു അനുഭവം കർത്താവിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ ഒരു രണ്ടാം തലം, ഒരു ഘാതം നടക്കുവാൻ തന്നോട് ആവശ്യപ്പെടുന്നവരോട് കൂടെ രണ്ടാമതൊരു ഘാതം കൂടെ കർത്താവ് നടന്നിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലെ ശമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണം അതിരുകളെ ഉല്ലംഘിക്കുന്ന ശുശ്രൂഷയ്ക്ക് ശക്തമായ ഉദാഹരണമാണ്. പ്രിയപ്പെട്ട ശമാശൻ, നമ്മുടെ ശുശ്രൂഷയിലും രണ്ടാമതൊരു തലമുണ്ടാകണം. ഡെയിലി സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ കുദാശകളുടെ അനുഷ്ഠാനവും പ്രാർത്ഥനകളുമൊക്കെയാണ്. ഈ കുദാശകളുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും കഴിഞ്ഞ് പാഴ്സണേജിൽ പോയി ഇരിക്കുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ രണ്ടാമതൊരു തലം കൂടെ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു അധ്യയന വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ദൈവം നമ്പരാൻ വിട്ടിരിക്കുന്ന ദേവാലയങ്ങളിലോ പരിസരങ്ങളിലോ തുടർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആ വ്യക്തിക്ക് ഒരു സ്പോൺസറിനെ കണ്ടെത്തി 4-5 വർഷം ഒരു പ്രൊഫഷണൽ കോളേജിൽ കൊണ്ടുവിട്ട് പഠിപ്പിക്കുവാൻ നാം ചെയ്യുന്നതായിട്ടുള്ള അനുഭവത്തിൻ്റെ പേരാണ് രണ്ടാം തലം. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്ന വാക്കിന് കൂടുതൽ അർത്ഥമുണ്ടാകും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കർത്താവേ ഈ ലോകത്തിൽ. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കേൾക്കുവാനല്ല ദൈവം അച്ഛനെയും നമ്മളെയെല്ലാം വിളിച്ചിരിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരാകുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് അനുകമ്പ. അടുത്തത് കറേജ്, ആത്മധൈര്യം. ഗുരുകുൽ വൈദിക സെമിനാരിയിൽ ഞങ്ങൾ പഠിച്ചപ്പോൾ അവിടുത്തെ മീറ്റിംഗ് ഹാളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ആദ്യമായി അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഇങ്ങനെയാണ്: ടുവാർഡ്സ് എ ബോൾഡ് തിയോളജിക്കൽ വിഷൻ. ശക്തമായ ഒരു ദൈവശാസ്ത്ര ബോധ്യത്തിനായി 4 വർഷം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. യേശു നൽകിയ എല്ലാ സൗഖ്യങ്ങളും നാം പരിശോധിക്കുമ്പോൾ ശബത്തിൽ തന്നെയാണ്. മനഃപൂർവ്വമായി അതിനെ ലംഘിക്കുവാനല്ല, അതിൻ്റെ പ്രായോഗികത പഠിപ്പിക്കുവാൻ വേണ്ടി ശബത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം, അവിടെ നിന്ന് ആളുകളെ അടിച്ച് പുറത്താക്കുന്ന ആത്മധൈര്യം. നാം പാടാറുള്ള പാട്ടാണ് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആത്മധൈര്യത്തിൻ്റെ, കറേജിൻ്റെ ആത്മാവാണ്. പ്രിയപ്പെട്ട ശമാശൻ, പ്രതിസന്ധികളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ ഒരു വൈദികൻ സത്യത്തിനായി ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം. കർത്താവിന് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയത്? കർത്താവിൻ്റെ ശുശ്രൂഷ നാം പരിശോധിക്കുമ്പോൾ നമ്മൾ പാടുന്നതായിട്ടുള്ളൊരു പാട്ട് വളരെ പ്രസക്തമാണ് ഈ പട്ടംകുടയിൽ. നിത്യമുഷസ്സിലും അന്ധിയിലും പ്രാർത്ഥിക്കുന്നവർ ഇവർ ആകണമേ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഗെത്സമനയിലെ പ്രാർത്ഥന, ക്രൂശ് സഹിക്കുന്നതിന് മുമ്പായുള്ള പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥന, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായുള്ള പ്രാർത്ഥന, മലയിലേക്ക് തനിച്ചുപോയി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനകൾ. പ്രാർത്ഥനയാണ് ഒരു വൈദികൻ്റെ ശക്തി. ദാനിയേൽ 6:10 പരിശോധിക്കുമ്പോൾ ദാനിയേൽ continued to pray 3 times a day even when prayer became very dangerous. രാജാവ് പറഞ്ഞു, എന്നോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. എന്നാൽ ആ എമർജൻസി ഉണ്ടായപ്പോഴല്ല ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ജീവിതത്തിൻ്റെ 3 സമയത്തും എല്ലാ സമയങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സിംഹത്തിൻ്റെ വായടഞ്ഞു. ജോസഫ് പൊട്ടക്കിണറ്റിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ രാജ്യത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദി ആർമി ആക്കി മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശമാശൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല,
നമ്മുടെ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ഒരു വൈദികന്റെ ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നിടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ തകർക്കപ്പെട്ടു പോകും. മറ്റൊന്നുമല്ല നമ്മുടെ ദർശനം. ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഒരു വൈദികന്റെ ശക്തി. ഓരോ പട്ടം കൊടയും പട്ടക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവനിയോഗവും പശ്ചാത്തലവും വിളിയും ഒന്നും ഒരിക്കലും മറന്നു പോകാതിരിപ്പാൻ ഓരോ പട്ടം കൂടെയും ഓർമ്മിപ്പിക്കുന്നു. അഭിവന്യ ഭാഗ്യസ്മരണീയനായ മാർത്തോമ സഭയുടെ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമനസ് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവവചനം ഇതാണ്. അത് 1 പത്രോസ് 2:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ എപ്പോഴും ശ്രമിപ്പീൻ. മേക്ക് എവറി എഫേർട്ട് ടു കൺഫേം യുവർ കോളിംഗ് ആൻഡ് ഇലക്ഷൻ. രണ്ടാമത്തെ പുനരുജ്ജീവന ശുശ്രൂഷയുടെ പ്രത്യേകത. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞ് ഒരു ചിന്തയോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തമാണ്. പുനരുജ്ജീവനം ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. യേശു ക്രിസ്തുവിലുള്ള അടിസ്ഥാനമാണ് നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പഠിപ്പിക്കുന്ന അടിസ്ഥാന ദൈവശാസ്ത്രം ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാ. ഇൻ ക്രിസ്റ്റോ, ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളത് ഓർ പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ള പങ്കാളിത്തമാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. ഫോളോയിങ് ക്രൈസ്റ്റ് ഈസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, നീ എൻ്റെ ആടുകളെ പരിപാലിക്കുക. പങ്കുചേരുന്ന ശുശ്രൂഷയ്ക്കായി കർത്താവ് ക്ഷണിക്കുന്നു. ഈവൻ ദോ തള്ളിപ്പറഞ്ഞവനെ പോലും ദൗത്യമേൽപ്പിക്കുന്ന ദൈവം. നമ്മൾ നോക്കുമ്പോൾ ഈ പുനരുജ്ജീവന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ബെഥേസ്ദ കുളക്കരയിൽ അവസാനിപ്പിക്കുന്നില്ല. കർത്താവ് പിന്നീട് ഇവനെ കണ്ടുമുട്ടുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അവനോടുള്ള ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് കൺസേൺ ഫോർ ദ മാൻ അറ്റ് ദ ടെമ്പിൾ, അവനോടുള്ള ഭാവിയോടുള്ള ഒരു പ്രത്യേകമായ കരുതലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ എന്ന് പറയുന്നത് ബെഥേസ്ദയിൽ കർത്താവ് അവസാനിപ്പിക്കുന്നില്ല. ദയാഭായി എന്ന് പറയുന്ന സിസ്റ്ററിനെ കുറിച്ച് നമുക്കറിയാം. അവർ കാസർഗോഡുള്ള എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെയുള്ള പോരാട്ടങ്ങളോ സമരങ്ങളോ ഒന്നും ഇല്ലെങ്കിലും 2026 മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞത്, കേരളത്തിൽ എയിംസ് ഇപ്പോൾ ചർച്ചയാകുന്ന കാലഘട്ടത്തിൽ എയിംസ് ഏത് ജില്ലയ്ക്ക് വരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാസർഗോഡ് വന്നാൽ കൊള്ളാം. കാരണം എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുമല്ലോ. റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ അഭിമന്യ തിരുമനസിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന ഓരോ പ്രവർത്തനങ്ങളും ക്ഷീണമായി പോകാതെ ഓരോ പ്രവർത്തനങ്ങളുടെയും ഒരു തുടർ പ്രക്രിയയാണ്. ഒരു റീസ്റ്റോറിംഗ് മിനിസ്ട്രിയാണ്. ജീവിതങ്ങളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു എക്വിപ്പിംഗ് മിനിസ്ട്രിയാണ് നമ്മുടെ ഭദ്രാസിൽ നടക്കുന്ന. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ശമാശൻ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ഇടങ്ങളിൽ മുൻപ് ശുശ്രൂഷ ചെയ്തവരുടെ നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച നമ്മിലൂടെ സാധ്യമാകണം. കാരണം ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. ക്രിസ്ത്യൻ മിനിസ്ട്രി ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ദൈവരാജ്യം. അത് ഒറ്റയാൾ പോരാട്ടമല്ല. അടുത്തതായി നാം നോക്കുമ്പോൾ ശബത്തിൻ്റെ പ്രായോഗികമായ വശത്തെ കർത്താവ് വിമർശിക്കുന്നു. എന്തിനാണ് ശബത്ത്? അത് ആഘോഷത്തിനും വീണ്ടെടുപ്പിനുമുള്ള പെരുന്നാളാണ്. യഹൂദന്മാർ അത് മറന്നുപോകുന്നു. അവർ പറയുന്നു ശബത്ത് ബിംബമായി അവർ ശബത്തിനെ കാണുന്നു. അതിൻ്റെ പിന്നിലുള്ള ദൈവ ഉദ്ദേശം അവർ മറന്നുപോവുകയും ചെയ്യുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവ ഉദ്ദേശം മറന്നുപോകുന്നതാണ് ഏറ്റവും പ്രശ്നം. പാരമ്പര്യവാദങ്ങളാകുന്നിടത്താണ് പ്രശ്നം. ദ ട്രഡിഷൻ എന്ന് പറയുന്നത്, ദ പ്രോബ്ലം ബിഗിൻസ് വിത്ത് വെൻ ട്രഡിഷൻ ടേൺസ് ഇൻ ടു ട്രഡിഷണലിസം. ട്രഡിഷൻ എന്ന് പറയുന്നത് ദ ലിവിങ് ഫെയ്ത്ത് ഓഫ് ദ ഡെഡ് ആണ്. ട്രഡിഷണലിസം എന്ന് പറയുന്നത് ദ ഡെഡ് ഫെയ്ത്ത് ഓഫ് ദ ലിവിങ് എന്നുള്ളതാണ്. മരിച്ചവരുടെ ജീവിക്കുന്ന വിശ്വാസമാണ് പാരമ്പര്യം. പാരമ്പര്യവാദം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ചത്ത വിശ്വാസമാണ്. വെൻ ട്രഡിഷൻ സെർവ്സ് ലൈഫ്, ഇറ്റ് ബിക്കംസ് എ ബ്ലെസ്സിങ്. When traditionalism prevents life, it becomes a barrier to restoration. ട്രഡിഷൻ എന്ന് പറയുന്നത് ജീവനെ നൽകുമ്പോൾ അത് അനുഗ്രഹമാകും. ട്രഡിഷണലിസം, പാരമ്പര്യവാദങ്ങൾ ജീവനെ തടയുമ്പോൾ അത് പുനരുജ്ജീവന പ്രക്രിയയ്ക്ക് ഒരു തടസ്സമാകും. പാരമ്പര്യങ്ങൾ ജീവിതദായമാകേണ്ടത് ആവശ്യമാണ്. അടുത്തതായി ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി 16-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ അതുകൊണ്ട് അവനെ ഉപദ്രവിച്ചു.
ദ റീസൺ ബിഹൈൻഡ് എന്ന് പറയുന്നത്, ഒന്ന്, അവൻ ശബത്തിനെ ലംഘിച്ചു. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞു. വിറ്റ്നസിങ് ഗോഡ്, ജീസസ് ആസ് ഗോഡ്. The real engagement will give us the same Christ experience because we are sharing the same yoke of Christ. യഥാർത്ഥ ക്രിസ്ത അനുഗമനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അതേ അനുഭവം നമുക്ക് തരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം നാം വഹിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അതേ നുകം തന്നെയാണ്. നുകം നമുക്ക് തന്ന് വിശ്രമിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നുകത്തിൻ്റെ മറുവശത്ത് നമുക്ക് വേണ്ടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശമാശൻ, ഈ ശുശ്രൂഷയുടെ ഗോളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിശ്ചയമായും ഈശാനമൂലൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എത്ര കൊടുങ്കാറ്റും പ്രയാസങ്ങളും ആഞ്ഞടിച്ചാലും നാം ഒരു കാര്യം ചിന്തിക്കണം, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ നമ്മോടൊപ്പം ആരും ഉണ്ടാകുകയില്ല. ഒരു വൈദികനോടൊപ്പം കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആരും പിന്തുണയ്ക്കുവാനുണ്ടാവുകയില്ല. യേശുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്തുണ. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അപ്പുറത്ത്, നുകത്തിനപ്പുറമായി ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നുകം തന്ന് വിശ്രമിക്കുന്ന യേശുവല്ല, നമ്മോടൊപ്പം സഹയാത്രികനായ കർത്താവ് ഉണ്ട്. പ്രിയപ്പെട്ട ശമാശൻ, നാം ശുശ്രൂഷ ചെയ്യുന്ന ഈ ഭാരതത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് യേശു എൻ്റെ ദൈവമാണ്. അതാണ് പ്രശ്നം. വിറ്റ്നസിങ് ഗോഡ്, വിറ്റ്നസിങ് ജീസസ് ആസ് ഓഫ് ഗോഡ്. മരണം വരെയും യേശു എൻ്റെ ദൈവമെന്ന് പറയുവാനുള്ള ധൈര്യവും ചങ്കുറപ്പും നമുക്കുണ്ടായിരിക്കണം. ഗ്രഹാം സ്റ്റെയിൻസും 2 പുത്രന്മാരായ ഫിലിപ്പും തിമോത്തിയും ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. പീഡനത്തിനിരയായപ്പെട്ടവർ. ഫാദർ സ്റ്റാൻസാമിയെ കുറിച്ചും നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതായ ഒരു ചെറിയ കമൻറ്റ് സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം വന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതുന്നതിന് പകരമായി റെസ്റ്റ് ഇൻ പവർ എന്ന് എഴുതി കണ്ടു. ശക്തിയോടെ ഓട്ടം തികച്ച് വിശ്രമിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കർത്താവിനോട് ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ്. വിത്ത് കണക്കെ വിതയ്ക്കപ്പെടുവാൻ ഒരു ആത്മസമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. കാരണം യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് മുറിക്കപ്പെടുവാനാണ്. മുറിവുകൾ മറച്ചു വെച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായ ഒരു കർത്താവല്ല, അവൻ മുറിവുകളോടുകൂടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഒരു വൂണ്ടഡ് ക്രൈസ്റ്റ് ഈസ് അവർ മാസ്റ്റർ ആൻഡ് വൂണ്ടഡ് ഡിസൈപ്പിൾസ് ആർ ദ റിയൽ ഡിസൈപ്പിൾസ്. ഞാൻ സമാപനമായി പറയട്ടെ, 3 കാര്യങ്ങൾ നാം പറയാൻ ശ്രമിച്ചു. റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്ന് പറയുന്നത് സമഗ്രതയുടെ വീണ്ടെടുപ്പാണ്. പുനരുജ്ജീവനം എങ്ങനെ ചെയ്യാം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏറ്റവും അവസാനപ്പെട്ട് പറഞ്ഞു, പുനരുജ്ജീവനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തമാണ്. പ്രിയ അജിത് ശമാശൻ, ഇന്നു മുതൽ ശമാശൻ സ്വീകരിക്കുന്നത് ഒരു പദവി മാത്രമല്ല, സഹയാത്രികനായ യേശുവിൻ്റെ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ്. ബെഥേസ്ദയിലെ മനുഷ്യനെ പോലെ പ്രത്യാശ നഷ്ടപ്പെട്ട അനേകരെ നാം ശുശ്രൂഷയിൽ സന്ധിക്കുവാനിടയാകും. അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണം. ടു ഗീവ് ലൈറ്റ്. അവരുടെ ജീവിതത്തിന് ജീവൻ നൽകണം. ജീവൻ നൽകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ശമാശൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ അടയാളങ്ങൾ അത് സമഗ്ര സൗഖ്യത്തിൻ്റെ വീണ്ടെടുപ്പും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയും ക്രിസ്തുവിലുള്ള പൂർണ്ണ പങ്കാളിത്തവും ആയിരിക്കട്ടെ. എന്നെ ഈ നിയോഗമേൽപ്പിച്ച അഭിവന്യ തിരുമനസ്സിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശമാശന് എല്ലാ പ്രാർത്ഥനയും ആശംസയും നേരുന്നു. ദൈവതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.